നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം മോഹൻലാലുമായിട്ടുള്ള സംഭാഷണം അങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുമോ? ഒട്ടുമില്ല. എന്തെല്ലാം കാര്യങ്ങൾ ലാലുമായിട്ട് ചോദിച്ചറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ, എങ്ങനെയാണ് അദ്ദേഹം മലയാള സിനിമയെ ഇനിയും മാറ്റിമറിക്കാൻ പോകുന്നത്? കാത്തിരിക്കുക. മറ്റൊരു ചോദ്യം ഒരുപക്ഷെ ഇവിടെ പ്രസക്തമാണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതമെന്ന് പ്രണയത്തിൽ മാത്യൂസ് പറയുന്നുണ്ട്. ചേട്ടന് സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണോ ജീവിതം? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെയാണ്. സ്വപ്നം ചുമ്മാ രാവിലെ ഇരുന്ന് സ്വപ്നം കണ്ടാൽ പോരാ, അത് ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾ അതിലേക്ക് എനിക്കൊക്കെ നമ്മുടെ സ്വപ്നമാണ് വളരെ പ്രധാനം. എന്താ കാരണം വെച്ചാൽ ജീവിതത്തിൽ അതുപോലുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ചെയ്യണം അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അലാദിൻ ആൻഡ് ജീനി എന്ന് പറയുന്നൊരു കാര്യം. നിങ്ങളുടെ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്കൊരു ഫയർ ഉണ്ടാകണം, ഒരു ഡ്രൈവ് ഉണ്ടാകണം അല്ലേ? അതിനെ സഹായിക്കാൻ ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെ ഉണ്ടാകണം. അങ്ങനെയാണല്ലോ സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ എന്നാണ്. അങ്ങയുടെ സ്വപ്നം ഫലിക്കട്ടെ. താങ്ക് യു. ഞാൻ അങ്ങനെ അധികം സ്വപ്നം കാണാറില്ല സത്യമായിട്ട്. അതിനുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി ഞാൻ എന്താണ് സ്വപ്നം കാണേണ്ടതെന്ന്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ സ്വപ്നം കാണാതെ, ഞാൻ സാധാരണ സ്വപ്നമേ കാണാത്ത സ്വപ്നത്തിന് പ്രായമുണ്ടോ? അല്ലല്ല, അതിൻ്റെ മാക്സിമം കഴിഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും കഴിഞ്ഞു. ഒരു പക്ഷേ താങ്കളെ ഇനിയും വലിയൊരു സ്വപ്നങ്ങൾ കാത്തിരിപ്പുണ്ടാകാം. തീർച്ചയായും. അതല്ലെങ്കിൽ വേറെ ആൾക്കാർ ലാലിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടാകാം. ആയിക്കോട്ടെ. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ആളാണ് നെടുമുടി വേണു. മിക്ക ദിവസങ്ങളും എന്നെ കാണുകയല്ല. അത് ശരി. എല്ലാം നല്ല സ്വപ്നങ്ങളാണോ? ഇത്രയും പിന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. വേണമെങ്കിൽ അതൊക്കെ വേണം ഒരു തിരക്കഥയായിട്ട് വേണം കൺവേർട്ട് ചെയ്യാം. പക്ഷേ എഴുതാം, പക്ഷെ പലരും വായിക്കില്ല. പക്ഷേ ഇത് വളരെ, അതായത് നെടുമുടി വേണു, ഒരുപാട് പേര് എന്നെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പക്ഷേ വളരെ അപൂർവമായിട്ട് സ്വപ്നം കാണുന്നവരായിരിക്കും. നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ പകുതി ഒരു ഉറക്കത്തിൽ നിന്ന് ചെറുതായിട്ട് ഉണരുന്ന സമയത്താണ് ആ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ സ്വപ്നമായിട്ട് അറിയുന്നത്. ഈ പുലർക്കാലത്തൊക്കെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പണ്ട് കാരണവന്മാർ പറയാറുണ്ട്. രാവിലെ ഇപ്പോൾ ആരാണ് സ്വപ്നം കാണുന്നത്? ലാലിൻ്റെ ആരാധകർക്ക് പ്രായഭേദമന്യേ ഇല്ല, സീനിയോറിറ്റി ഇല്ല, ജൂനിയറോ അങ്ങനെ ഒന്നുമില്ല. അത് തെളിയിക്കുന്ന ഒരാളാണ്. എൻ്റെ രംഗത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ ലാഘവത്തോടുകൂടി വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ഇൻ എ വേ ഞാൻ ലാലിൻ്റെ ഒരു ആരാധകനാണ്. ലാൽ, മധുസാർ, ഒരുപക്ഷെ മധുസാറിന് ചെയ്യാൻ കഴിയാത്തത് ലാൽ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് അതിലൊരു സായുജ്യം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു സുഹൃത്ത് പോലെ കാണുന്ന ഒരാളാണ് മധുസാർ. അത്രയും ബന്ധം ഞങ്ങൾക്ക് ഹൃദയത്തിൽ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് പിന്നെ സംസാരിക്കാറുണ്ട്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ ഒരു രാജീവ് നാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു. ഇപ്പം എനിക്കൊരു ഫോട്ടോ കിട്ടി, ഞാൻ അതിൽ നിന്ന് ഊണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം? ഒരു 40 വർഷം. അത്രയൊക്കെ ആവും അല്ല, 40 ഉണ്ടാവും. 35 വർഷമൊക്കെ ആവും. 37 വർഷമൊക്കെ ആവും. അപ്പോൾ അവിടെ പോയി ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളുടെ കാറിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പം ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് ഈ മരച്ചീനി നട്ടിരിക്കുന്നു. പകൽ സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നിയ വണ്ടി അവിടെ നിർത്തിയിട്ട് ആരുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അതിൽ ചാടി ഇത് കുറച്ച് മരച്ചീനി പറിക്കുക. അതൊരു ത്രില്ലാണ് അന്നത്തെ. അതിൽ പിടിക്കപ്പെട്ടാൽ അതിൻ്റെ രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി, ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ചാടി ഈ മരച്ചീനി ഞാൻ പറിച്ച് ഇടുക്കി കൊണ്ടിട്ട് പോയി. അപ്പോൾ ഇതെപ്പോഴോ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ലാലെ ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. എവിടുന്നോ വരുന്ന സമയത്ത് പകൽ എനിക്കിതുപോലെ ഇങ്ങനെ ഇത് പറിച്ച് ഡിക്കി കൊണ്ടിട്ട് വണ്ടി ഓടിച്ചു പോയി, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു. അപ്പം ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ മധുസാറിൻ്റെ വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ
ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പിന്നെ അറിയാൻ പാടുള്ളതും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ആദ്യം ഞാൻ വന്നപ്പോൾ മുതൽ ഇത്തരം ആളുകളുടെ സ്നേഹത്തിലൂടെയാണ് ഞാൻ വളർന്നത്. മധു സാറായാലും നസീർ സാറായാലും, പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ SP പിള്ള സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, കൊട്ടാരക്കര സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. SP പിള്ള സാറിൻ്റെ കൂടെയൊക്കെ വളരെ അപൂർവമായിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടാവുള്ളൂ. അടൂർ ഭാസി സാറിനോട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അവർക്കൊക്കെ സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. ഈ കാറിൻ്റെ ഡിക്കിയിൽ മരിച്ചീനി ഇട്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താ അറിയോ, പ്രിയൻ ചില സാധനങ്ങൾ ഡിക്കിയിലിട്ട് കൊണ്ടുപോയി. അതിലൊരു സാധനം ആരാന്നറിയോ, സാക്ഷാൽ മോഹൻലാൽ. അതെ അതെ. ഇങ്ങനെയുള്ള കുസൃതിത്തരങ്ങളും കുറുമ്പത്തരങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അയാളുടെ കാറിൻ്റെ വളരെ ദൂരം ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നി, എല്ലാ ദിവസവും കാറിൻ്റെ അകത്തല്ലേ യാത്ര ചെയ്യുന്നത്, ഇന്നൊരു ദിവസം ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഡിക്കി കയറി യാത്ര ചെയ്ത് വന്ന് ഒരു വളരെ ലേറ്റ് നൈറ്റായി, രാത്രി ഒരു 2 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നിറങ്ങിയിട്ട് ആ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു, ആ ഡിക്കിയിലൊരു സാധനം ഉണ്ടോന്നെടുത്ത്. അയാളത് തുറന്നു. അയാളത് ഒരു ഹാർട്ട് അറ്റാക്കിൽ മരിക്കാത്തത് ഞങ്ങളുടെ ഗുരുത്വം. ഭയങ്കരമായിട്ട് പേടിച്ചല്ലേ അയാൾ തുറക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? ലാലിൻ്റെ വേറെ ഒരുപാട് കാര്യം എനിക്കറിയാം, പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പറയാവുന്ന കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അല്ലേ? അതെ, അതുകൊണ്ട് അത് ആ തിരിച്ചറിവിന് നന്ദി. ഇനി അഥവാ എന്തെങ്കിലും പറയണമെന്ന് ലാലിന് തോന്നുവാണെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല. ഇപ്പം പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വേറെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ലാലിപ്പം ഭയങ്കര സമാധാനപ്രിയനും ശ്രീബുദ്ധൻ്റെ ഒരു രൂപത്തിലാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ലാൽ അതിലേക്ക് ലാലിനെ തന്നെ നവീകരിച്ചെത്തി. ഓരോ ആൾക്കാർ അങ്ങനെയാണ്, നമ്മൾ സ്വയം നവീകരിക്കും. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു കാര്യം അറിയില്ല. ഈ ലാല് പ്രേം നസീറിനെ ആരോ കളിയാക്കിയപ്പോൾ ചാടിയെടുത്ത് അവൻ്റെ ചെകിട്ടത്തുനിന്ന് പൊട്ടിച്ച ആളാണ് ഈ ഇരിക്കുന്ന ആൾ. അല്ലാതെയും ചെയ്തിട്ടുണ്ട്. പിന്നെ അടിച്ചിട്ടുണ്ടോ? അതൊക്കെ സംഭവിക്കും. അത് ഞാൻ പറയുന്നത്, അതൊക്കെ ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അന്ന് അത് അജാനുബാഹുവായിട്ടൊരാളെയാണ് ലാൽ അടിച്ചത്. അതിപ്പോഴും അങ്ങനെ ഒരു അവസരം. അതിനുശേഷം മണിയമ്പിള്ളയൊക്കെ ഒളിച്ചു കിടന്നു കുറേ കാലം. എന്തായാലും അത് പറഞ്ഞിട്ട് ഇപ്പോൾ അയാൾ എവിടെയോ ഉണ്ടാവും. അങ്ങനെയൊക്കെ അതൊരു ഞാനൊരു റിഫ്ലക്ഷൻ അല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ അല്ലേ. എപ്പോഴും ഷൂട്ടിംഗ് സമയമൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ ഷൂട്ടിംഗ് പോലെ അല്ല, അന്നൊക്കെ ഭയങ്കര ആളും ബഹളവും ഒരുപാട്. അതെന്താ ലാലെ പെട്ടെന്ന് അങ്ങോട്ട് അടിക്കാൻ തോന്നിയത്? അതാ ഞാൻ പറഞ്ഞത്, വേറെ ഒരു നിവൃത്തി ഇല്ലാതാവുമ്പോൾ ചെയ്യുന്ന ഒരുപാട് സമയമായിട്ട്, അതായത് നിരന്തരം ഒരാളെ 2-3 മണിക്കൂർ ഒരാൾ ഇങ്ങനെ റിഡിക്യൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പിന്നെ അതിനൊരു ഒരു ഒരു എല്ലാത്തിനും ഒരു പിനാക്കൽ, ഒരു സെനിത്തുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോകാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അത് ഇപ്പോഴായാലും ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യും, ഇപ്പോഴും അടിക്കും. അല്ല, അങ്ങനെ അയാൾക്ക് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ. പക്ഷേ ഈ അടി കിട്ടിയ ആൾ ലാൽ എനിക്ക് ഉറപ്പായിട്ട് അറിയാം, അയാൾ ഇപ്പോഴും അടി വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊന്നും അല്ല, അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ടാവും. അതായത് ഇത് ലാൽ അടിച്ച കവളാണ് എന്ന് വേണം പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, അങ്ങനെ അദ്ദേഹം എന്നെ ഓർക്കാതിരിക്കട്ടെ. വരട്ടെ. അടിച്ച ആളാണോ? അല്ല. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. പല സിറ്റുവേഷനിൽ ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് ഒരു ജോലി ചെയ്ത് എല്ലാ രീതിയിലും ടെൻഷനൊക്കെ അനുഭവിക്കുന്ന സിറ്റുവേഷനിലും നമുക്ക് പലപ്പോഴും ദേഷ്യം വന്ന് അടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പോലും ലാലേട്ടൻ അവരോടൊക്കെ വളരെ സംയമനം പാലിച്ച് വളരെ ക്ഷമയോടുകൂടി പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഇതിന് സാധിക്കുന്നു? സംയമനം പലപ്പോഴും പാലിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ലാല് പറഞ്ഞില്ലേ? അല്ലല്ല, അത് ആ ചോദ്യത്തെ തന്നെയുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച കാര്യമാണ്. എന്നെ റിഡിക്യൂൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും. ഓ, അങ്ങനെയാണ്. അങ്ങനെയല്ലേ? ഇപ്പം ഞാൻ എന്താണ് പറഞ്ഞത്, നസീർ സാറിനെ പോലെ ഒരാളെ ആ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോൾ എന്നെ ഒരാൾ നിരന്തരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവരെ കൈകാര്യം ചെയ്യും. നമുക്കതിനുള്ള ഒരു ചാൻസ് ഇപ്പോൾ കിട്ടാറില്ല. അന്ന് തീർച്ചയായിട്ടും അത് നമ്മളെ എത്രയോ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ പറ്റി പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള കാര്യമല്ലേ. ഇപ്പോൾ ലിസിയൊക്കെ അതിന് ശേഷമാണ് എന്നെ കാണുകയൊക്കെ ചെയ്തത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ എന്താണ് റിഫൈൻഡ് ആകുന്നു കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. പിന്നെ സംയമനം പാലിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു,
ഏറ്റവും മോശമായ കാര്യമാണ് ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത്. യു ഹാവ് നോ റൈറ്റ് ടു ഹേർട്ട് എ പേഴ്സൺ ഫിസിക്കലി ഓർ മെൻ്റലി എന്നൊരു വാക്കുണ്ട് അല്ലേ. പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ഒരു അടി കൊടുക്കുക. മനസ്സിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരാൾ വേണമെങ്കിൽ അത് സംബന്ധിച്ച് വേണമെങ്കിൽ അതിന് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമസ്തേ ലാലേട്ട. ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റ് താലോലിക്കുന്ന ഇല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു നടന വിസ്മയമാണ് ലാലേട്ടൻ. ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാരാണെന്ന് ചോദിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ കൈയടിച്ച് പറയുന്നത് ലാലേട്ടനെയാണ്. അത് ആരാധകർ പ്രായഭേദമന്യെയാണ്. അതിൽ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീജനങ്ങളാണ്. ഒരുപാട് ചേട്ടൻ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ആരാധനയോടുകൂടി, ഇഷ്ടത്തോടുകൂടി, പ്രണയത്തോടുകൂടി അവർ ചേട്ടനെ ആരാധിക്കുമ്പോൾ ചേട്ടന് തോന്നുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ചേട്ടനെ ഇത്രമാത്രം ആരാധിക്കുന്നതെന്ന് ചേട്ടൻ എപ്പോഴെങ്കിലും സ്വയം തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? അത് ഈ പ്രോഗ്രാമിലൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ആടാണോ കരഞ്ഞത്? കടുത്ത അസൂയോടുകൂടിയാണ് സുരാജ് ആ ചോദ്യം ചെയ്യുന്നത്. അല്ലല്ല, ആ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ഞാൻ അതിന് മറുപടിയും പറയാം. ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് അല്ലേ, ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ തന്നെയാണ് അതിൻ്റെ കാരണം അല്ലേ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനായിട്ട്, അല്ലെങ്കിൽ സഹോദരിയെ സ്നേഹിക്കുന്ന സഹോദരനായിട്ട്, ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ തന്നെ അല്ലേ, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇതെൻ്റെ വാക്കാണ് എന്നാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന, അപ്പോൾ ഒരുപാട് ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു കാമുകനെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതായിരിക്കും. അതെൻ്റെ കഥാപാത്രങ്ങളിലൂടെ സംഭവിച്ചതാണ്. എന്തായാലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് നന്ദി പറയുന്നു. കൂടുതൽ ആൾക്കാർ ലാലേട്ടനെ സുരാജ് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പേരുകളൊന്നും പറയാൻ പോകുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ ഒരുപക്ഷെ പാതിരാത്രി കഴിഞ്ഞാൽ അവസാനിക്കും. അത്ര നീണ്ട നിരയാണ്. താങ്കളെ ആരാധിക്കുന്ന ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഈ പരിപാടിയിൽ വന്ന് ലാലേട്ടൻ എനിക്ക് പ്രണയമാണെന്ന് പറയണം, അതിൻ്റെ ഒരു അവസരം തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. അതെന്താ? ഓ അത് ശരി, അവരെ കാണണമല്ലേ, വരട്ടെ. ഇത് നിങ്ങൾ ഇല്ല മാജിക് ആണല്ലേ, പ്രണയമല്ല. ബ്രിട്ടാസ് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. ബ്രിട്ടാസ് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളും മോഹൻലാലും പ്രിയദർശനും ഒക്കെ കാണുമ്പോൾ, എസ്പെഷ്യലി മോഹൻലാൽ, കാരണം ഞാൻ ഒരുപാട് പാട്ട് ലാലിന് വേണ്ടി പാടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഐക്യമുണ്ട്, അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കാണുമ്പം എന്താണ് പറയുന്ന തമാശകൾ, അതിലൊരു തമാശ പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയാം, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര തെളിച്ചെന്ന് പറയാൻ സാധിച്ചില്ല. ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പടത്തിൻ്റെ ഒരു ലൈനായിരിക്കുമോ എന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ കാണുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ തമാശകൾ എന്തൊക്കെയാണ്? അതിൽ ഒരു തമാശ പാവ ബ്രിട്ടാസിനൊന്ന് പറഞ്ഞു കൊടുത്തേര്. ഒരു പടി വെച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഞാനും ശ്രീകുട്ടനോ അല്ലെങ്കിൽ ഞാനും പ്രിയനുമായിട്ട് പറയുന്ന തമാശകൾ മറ്റൊരാൾക്ക് തമാശയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ആ ചില തമാശകൾ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുട്ടന് പിന്നെ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നും അല്ലേ. എങ്കിലും ശ്രീകുട്ടൻ്റെ നമ്മൾ തമാശ എന്ന് പറയുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത് പറയുന്നതല്ലല്ലോ അല്ലേ. തമാശകൾ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള ലാലിന് മനസ്സിലായല്ലോ. ഇതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ തമാശകൾ, ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ തമാശ പറയില്ലല്ലോ. ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു തമാശ പറയാനായിട്ട് ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ടായിരിക്കും ശ്രീകുട്ടൻ വരുന്നത്. അല്ല, അങ്ങനെ ഒരു പ്രത്യേക തമാശകളൊന്നുമില്ല. എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്, ഒരു ജോഷിൽ തന്നെയാണ് എൻ്റെ യാത്ര അല്ലേ. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ആദ്യം അയാൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അസുഖമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കുടുംബം, അങ്ങനെ അല്ലെങ്കിലൊന്നും അല്ല, നമ്മൾ വേറൊരു തരത്തിലായിരിക്കും ഒരു തമാശയായിട്ട് നമ്മൾ പറയുന്നത്. അതെന്താണ് എന്നുള്ളൊരു പ്രത്യേക ഒരു തമാശ ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന സമയത്ത് പറഞ്ഞതല്ലോ, നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് തമാശ. MG പറഞ്ഞു വെച്ചത് അവസാനിപ്പിക്കാൻ വേണ്ടി വേറൊരു വിദ്വാൻ അവിടെ കാത്തിരിക്കുകയാണ്. വരട്ടെ. ഈ പ്രണയരംഗങ്ങൾ ആ കാലഘട്ടത്തിലെ എല്ലാ നടിമാരും
ഒരുമാതിരിപ്പെട്ട എല്ലാ നടിമാരും ലാലിൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വളരെ കംഫർട്ടബിളാണ്. നമ്മളെക്കൊണ്ട് പോലും നമ്മൾ പരിസരം മറന്ന് അഭിനയിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു പിന്നെ പ്രചോദനം ലാൽ നൽകാറുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രണയരംഗങ്ങൾ അഭിനയിക്കുമ്പോൾ ലാൽ ഒരു മോഹൻലാൽ എന്നുപരി ഒരു കഥാപാത്രമായി മാറി ആ പ്രണയത്തിൽ ആ കാമുകനായി മാറുമോ? അങ്ങനെ മാറുകയാണെങ്കിൽ എപ്പോഴാണ് തിരിച്ച് വീണ്ടും മോഹൻലാൽ ആകുന്നത്? അതോ ആകത്തില്ലേ? ആകത്തില്ല എന്നതിന് അടിവരയിടാൻ വേണ്ടിയാണ് മുകേഷ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ല, നമ്മളൊരു സിനിമ കണ്ടു കഴിയുമ്പോഴല്ലേ ഇതൊരു മേക്ക് ബിലീഫ് എന്ന് പറയുന്ന കാര്യമാണ് അല്ലേ. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമ കണ്ടിട്ട് പറയണോ മോഹൻലാലും മീനയും ആ ഫാമിലിയും ഭയങ്കര രസമായിരുന്നു അല്ലേ. നമ്മളെപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിൽ അവരെ വന്നാലേ നമുക്കും സൗകര്യമായിട്ട് അഭിനയിക്കാൻ പറ്റും. ഇതൊരു മേക്ക് ബിലീഫാണ്. ഒരു പാട്ട് പാടുന്ന സമയത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്ന് പാടണമെങ്കിൽ അവരൊരു മാൻകിടാവ് പോലെ ആയി മാറുകയും അതിൽ റെസിപ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം അല്ലേ, തിരിച്ചും റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് അവരെ ഏറ്റവും കംഫർട്ടബിളാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ കംഫർട്ടബിളാകും അല്ലേ. ഞാൻ പ്രത്യേകിച്ച് പ്രണയരംഗങ്ങൾ ആദ്യം വരുന്ന ദിവസത്തെ ഒരു പരിചയമില്ലാത്ത 2 പേരാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും 2 സ്പീഷ്യസാണ് അല്ലേ. ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും ഇതിനൊരു സത്യസന്ധതയോ ഇല്ല എന്തെങ്കിലും തിരിച്ച് തോന്നിയാലേ പറയാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചില തമാശകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നത് നമ്മളും കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുകേഷ് പറഞ്ഞതിന് ചോദ്യത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോകുന്നു. കട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എങ്ങനെ അത് പോകുന്നു, പക്ഷെ അവർക്കായിരിക്കും, എനിക്കത് ആ സിനിമ കഴിയുന്നിടം വരെ ഉണ്ടാവും. ഓ അത് ശരി, സിനിമ കഴിഞ്ഞും കട്ടാക്കുന്നില്ലെന്നാണല്ലോ ഇപ്പം. നല്ല കാര്യം, അവനെ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അവനൊരു മഹാനായ മനുഷ്യനാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചേ, അങ്ങനെയുള്ള പ്രണയം എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ യു ഹാവ് നോ റൈറ്റ് ടു എന്താ പറയേണ്ടത്, എൻ്റെ പ്രണയം നിഷേധിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ലെന്നാണ്. നിങ്ങൾക്ക് പ്രണയിക്കാതിരിക്കാം, എനിക്ക് പ്രണയിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ലാല് 1000-10,000 പ്രണയമായിട്ട് മുമ്പോട്ട് പോട്ടെ. ഞങ്ങൾ അതെല്ലാം വേണ്ട, ഞങ്ങൾ അതിലൊന്നും ഒരു തരത്തിൽ ഒരു ലോഭം അല്ല. അപ്പം അയാൾ എന്തിനാണ് ഇത് കട്ടാക്കാൻ പറയണേ? അതങ്ങനെ മുമ്പോട്ട് പൊക്കോട്ടെ. അയാൾ പറയണ വെച്ചാൽ കട്ടാക്കുവോ എന്നാ ചോദിച്ചത്. ഇല്ല, കട്ടാക്കില്ല മുകേഷ്. പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ഫീലിംഗ് ആണ് അല്ലേ. എല്ലാ ജീവജാലങ്ങൾക്കും ഓപ്പോസിറ്റ് ഒരു ജെൻഡറിനോട് തോന്നുകയും സ്വന്തമായിട്ടും അല്ല എല്ലാത്തിനോടും തോന്നുന്നൊരു കാര്യമാണ്. അതൊരു ലൗകിക പ്രണയം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് അതിൽ തന്നെ കടന്നോട്ടെ. നമ്മൾ അതിൽ നിന്ന് എന്തിനാണ് എന്താ കാരണം അറിയാം, ഞാൻ എപ്പോഴും ലാലിൻ്റെ എല്ലാ അഭിമുഖങ്ങളും നോക്കിയിട്ടുണ്ട്. ഒരു ഹോംവർക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ അഭിമുഖങ്ങളിലും ആൾക്കാർ നിർബന്ധമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലാലിൻ്റെ പ്രണയങ്ങൾ. ലാല് വാച്ച് നോക്കി തുടങ്ങി. വാച്ച് നോക്കാനുള്ളതല്ലേ? I'd like to know, what is it that keeps you going? ഇത്ര വർഷമായിട്ട് what keeps you consistently being in love with cinema? അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, how do you have so much patience? ചുറ്റുള്ള എല്ലാ ആൾക്കാർക്കും ഇത്ര പ്രണയവും ഇത്ര സ്നേഹവും ഇത്ര ടൈമും അറ്റൻഷൻ തരാനുള്ള ഒരു എനർജിയും, വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ്? അല്ല, ഇതിൽ ഇപ്പോൾ ഞാൻ ഇതിന് ഒരു മറുപടി ഒരുപാട് പേർക്ക് ഒരു നല്ല മറുപടിയായിട്ട് തോന്നുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ആദ്യത്തെ ഷോട്ട് അഭിനയിക്കുമ്പോൾ അതേ ഒരു ഫയറിൽ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ ഒരു സിനിമ അഭിനയിക്കുന്നത് അല്ലേ. ആദ്യ ദിവസം പോകുമ്പോൾ അതേ ഒരു പേടിയിലും ആ ഒരു സുഖത്തിലും ഒക്കെ തന്നെയാണ്. അത് നിങ്ങളുടെ ചെയ്യുന്നൊരു ജോലിയോടുള്ള സ്നേഹമാണ്. ഇപ്പോൾ ഒരുപാട് പേര് രാവിലെ എണീറ്റിട്ട് അയ്യോ എന്തിന് ഞാൻ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മോശത്തിലേക്കേ പോകുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും നല്ല സന്തോഷവും സമാധാനവും തൃപ്തിയും തോന്നിയിട്ടാണ് ഒരു ജോലി ചെയ്യേണ്ടത്. ഇത് മോശമാണ് അല്ലെങ്കിൽ ഇത് ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അഭിനയം നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ഏറ്റവും സന്തോഷമായിട്ടും എൻ്റെ ഈ പ്രൊഫഷൻ ഏറ്റവും നല്ല ബഹുമാനത്തിലൊക്കെ കൂടെയാണ് പോകുന്നത്. അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അഭിനയ മുഹൂർത്തങ്ങളിൽ ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ പോലും ലാലിൽ ഉണ്ടായിട്ടുണ്ട്. ലാലിൻ്റെ കാൽക്കൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതെ, അതും അഭിനയിച്ചുകൊണ്ട്. അതെ, അതിൻ്റെ പ്ലീസ് സേവ് മീ എന്നാണ് പറയുന്നത്, എന്നെ രക്ഷിക്കുമെന്നാണ് ഡയലോഗ്.
അല്ലേ? അതെ, ആലിമൂടൻ അല്ലേ? ആലിമൂടൻ ചേട്ടൻ. പത്മരാജൻ സാറ് അദ്ദേഹം ചേട്ടൻ ആദ്യം മരിച്ചു കിടക്കുന്നത് ഞാനാണ് പോയി കാണുന്നത്. ഗാന്ധിമതി ബാലൻ എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ മടിയിലേക്ക് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മരിച്ചു വീഴുന്നത്. അപ്പോൾ അല്ല, അത് സിനിമയുടെ ഒരുപാട് തലങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പ്രൊഫഷനെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതിൽ ഞാനൊരു എന്താണ് എന്താ പറയണ്ടേ, അതിനൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിലൊരു ഉന്മാദം കൊള്ളുന്നു ഞാൻ, അല്ലേ? അതില്ലാതാകുന്ന സമയത്ത് അതാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അതെന്താണ് എങ്ങനെയാണെന്ന് അത് പറയാൻ പറ്റില്ല. അതൊരു സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. ലാലിൻ്റെ ആ ഉന്മാദത്തെ ഒരുപക്ഷെ ഒരു ഇൻസ്പിറേഷനായിട്ട് കാണുന്ന പല ആൾക്കാരുമുണ്ട്. ഒരു പുതുമുഖ നടി ഇവിടെ ലാലിനോടൊരു ചോദ്യം ചോദിക്കണമെന്നുള്ള വാശിയിലുണ്ട്. ആയിക്കോട്ടെ. ഹലോ ലാലേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള മറ്റൊന്നുമല്ല. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരു പടം അഭിനയിച്ചിട്ടുള്ളൂ, അതും വളരെ കുഞ്ഞായിരുന്നപ്പോൾ അഭിനയിച്ചതാണ്. പക്ഷെ അപ്പം എനിക്ക് കിട്ടിയ ഒരു കംഫർട്ടബിൾ ലെവൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഒട്ടും ടെൻഷനോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ആ പടം ചെയ്തത്. എനിക്ക് ചോദിക്കാനുള്ളത് വേറെ ഒന്നുമല്ല, ലാലേട്ടന് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമുക്കെല്ലാവർക്കും, സ്പെഷ്യലി ഈ യങ് ജനറേഷന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ലാലേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന് ഇത്രയും കംഫർട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും എങ്ങനെ ഒരേ ലെവലിൽ കാണാൻ കഴിയുന്നു? അല്ല, ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ വലിയ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നത്, അല്ലേ? ഇതേ ചോദ്യം ഞാൻ അവരോട് ചോദിക്കേണ്ടി വന്നില്ല. കാര്യം അത്രയും കംഫർട്ടബിളായിരുന്നു ഞാൻ. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് മാറ്റായിരുന്നു. എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതൽ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 80 വയസ്സ് മുതൽ താഴോട്ടാണ്, അല്ലെ 70 വയസ്സുള്ള ആൾക്കാർ, 60 വയസ്സുള്ള ആൾക്കാർ. അതൊരു വളരെ ഒരു ഭാഗ്യമാണ്. അവരുടെ ആ എനർജിയിലൂടെ കടന്നു പോവുക, അവരുടെ കഥകളിലൂടെ കേട്ടുപോവുക എന്ന് പറയുന്നതുകൊണ്ട് അതിലൊരാളായിട്ട് മാറി. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. എത്ര ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് വരുന്നത്. അവരുടെ കംഫർട്ട് സോണിലോട്ട് നമ്മൾ ചെല്ലുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ ഒരിക്കലും എൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവരില്ല, ഞാൻ അവരിലേക്ക് പോയിട്ട് അവരെ കംഫർട്ടബിളാക്കുകയാണ്. അതിപ്പം വളരെ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല, അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അതൊരു ക്വാളിറ്റിയാണ്. അവരിൽ നിന്നും ചിലത് തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ പഠിക്കുന്നത്. പറഞ്ഞാൽ ഈ പുതുമുഖ നടന്മാരൊക്കെ ഇങ്ങനെ ശരീരം ഇങ്ങനെ മെലിയിച്ചിരിക്കുന്ന കാണുമ്പോൾ ലാലിന് തോന്നില്ലേ ഒന്ന് ശരീരം ട്രിമാക്കണം? ഇതാ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെ ഭയങ്കരമായൊരു സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ വരികയാണ് സമയത്ത് ചിലപ്പോൾ സിക്സ് പാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബോളിവുഡിലൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര പ്രയാസം. വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടണം 6 പാക്സ് ഉണ്ടെങ്കിൽ. അത് കുറച്ചാൾ കഴിഞ്ഞാൽ അത് വീണ്ടും അത് പോവുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ വേണേൽ അതിൻ്റെ ഒരു സീക്രട്ട് വേണേൽ പറഞ്ഞു തരാം. ആയിക്കോട്ടെ. ഇത്രയും ഒരു ഫങ്ഷണലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾ ഞാനൊരു 10-25 വർഷമായി ഫീൽഡിൽ വന്നിട്ട്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഫീൽഡിൽ വന്നിട്ട് ഇത്രയും ഫങ്ഷണലായിട്ട്, അതായത് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് ആയിട്ട് ഒരു ആളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ പോട്ടെ ലാലേട്ടാ, ഇപ്പോൾ ലാലേട്ടന് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ പറയുകയാണ് 6 പാക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് വേണോ അതോ ഇപ്പോഴുള്ള ഫിറ്റ്നസ് മതിയോ? ഞാനിങ്ങനെ തന്നെ പൊക്കോട്ടെ, എനിക്കിത് ഇനി ഒരു പാക്ക് ആയിട്ട് ഞാൻ നടന്നോളാം. ഇവരുടെ ഇങ്ങനെ തന്നെ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതെ അതെ. അല്ല, ആരോഗ്യമെന്ന് പറയുന്നത് ഇനിയും അതിനൊരു 6 പാക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ വന്ന സമയത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ആർക്കും ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആരും ഇങ്ങനെ ഒരു ജിമ്മ് അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ്, ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് വന്നത്. പക്ഷേ എന്ന് വെച്ച് വ്യായാമം ഞാൻ മിക്ക ദിവസം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുറമേ ആരിലും ഉള്ളിലാണ് കൂടുതൽ ബലം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലാലിൻ്റെ മെയ്വഴക്കം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആ ഭാഷ ഒരു പക്ഷേ അത് ലാലിൻ്റെ നടന വൈഭവത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സിദ്ധിയെക്കുറിച്ച് ആരൊരാൾ ചോദിക്കാനോ പറയാനോ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജങ്ചറിൽ ചോദിച്ചു പോകുന്നതാണ്. ആയിക്കോട്ടെ. കമലദളത്തിലായാലും വാനപ്രസ്ഥത്തിലായാലും ലാലേട്ടൻ വളരെ നന്നായിട്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസും കഥകളിയും ചെയ്ത് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ്, അതിന് എന്ത് പ്രിപ്പറേഷനാണ് ലാലേട്ടൻ ചെയ്തത്? ഒന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലേ? ഞാനും വേട്ടെ, ഈ കഥകളി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോപിയാശാനെ പോലും വിസ്മയിപ്പിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അവരൊക്കെ എത്രയോ വർഷമായിട്ട് അപ്പോൾ അതാണ് അവരുടെ അനുഗ്രഹം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിലെ പുതന മോക്ഷം എന്ന് ചെയ്യുന്ന സമയത്ത്
അത് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഇതുണ്ടല്ലേ, രാജശില്പി. അതെ, ഇത് ഇടയ്ക്ക് ടി വി കാണുമ്പോൾ പക്ഷെ ബോഡി കുറച്ചുകൂടി ട്രിമാണ് അതിന്, അല്ലേ? കുറച്ച് വലുതായിരിക്കണം. ലാൽ ഇത് മുഴുക്കൻ ഞാൻ കണ്ടോട്ടെ. അല്ല, അതിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് ഈ സമയത്ത് ചെയ്യുമ്പോൾ ഇത് നട്ടുവം പരമശിവൻ മാഷ അദ്ദേഹമാണ് ചെയ്തത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസത്തെ റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ഒന്നത് അതിനുള്ള സമയമില്ല സിനിമയിൽ. അപ്പം ഇപ്പോൾ ഈ കമലദളം എന്നുള്ള സിനിമയിലെ നൃത്തമായാലും ഒക്കെ അപ്പം തന്നെ ചെയ്യുന്നതാണ് അത്. പിന്നെ ഇതൊരു ഞാൻ പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഒരു പ്രാവശ്യം തെറ്റിയാൽ രണ്ടാമത് എടുക്കാം, അല്ലേ? അതിലേറ്റവും നല്ല പോർഷൻസ് യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കഥകളിയിലൊക്കെ ഒരു വലിയ ഷോട്ടുകളാണ്. അപ്പം പൂതനാമോക്ഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കീഴ്പ്പടം കുമാരൻ നായർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, എൻ്റെ ഗുരുവായിട്ടായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മദ്ദളം നിൻ്റെ മുഖത്ത് കണ്ണിൽ വരട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ്. അപ്പം അത്തരം ആൾക്കാരുടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധിക്കുന്നത്. ശരീരം വണ്ണിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിൽ നിന്നും കോംപ്രമൈസ് ചെയ്യാറില്ലല്ലോ. ഞാൻ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അത് ലാലിന് മാത്രമല്ല, ഇത് ലാലിൻ്റെ ഈ രഹസ്യം അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാ ഒരാൾ വന്നിരിക്കുന്നു, വരട്ടെ. എല്ലാവരും ലാലേട്ടൻ്റെ ഗുഡ് പോയിൻറ്റ്സേ പറയുള്ളൂ. എനിക്കൊരു ബാഡ് പോയിൻറ്റ് പറയാനുണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഞാൻ പരദേശി ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറ്റിലാണ് ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് വിചാരമുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ട് ചെയ്താൽ ഡബിൾ ആക്കിയിട്ട് ലാലേട്ടൻ മാറ്റി, ബിക്കോസ് ഹി സച്ച് എ ഗുഡ് ഫുഡി. ഞാൻ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഭക്ഷണം നന്നായിട്ടുണ്ട്, പാചകം ചെയ്യുന്നില്ലേ? ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്, നന്നായിട്ട് വരും. നമസ്കാരം, ഞാനും ഉണ്ട്. ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ച കൂട്ടത്തിൽ ഞാൻ ആലോചിച്ചത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? പല പ്രാവശ്യം നമ്മൾ വളരെയധികം കുക്കിംഗ് റിസർച്ച് ചെയ്ത് ആഹാരങ്ങളുണ്ടാക്കി യാത്ര ചെയ്ത സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ലാലിങ്ങനെ പല സമയത്ത് കുക്ക് ചെയ്തു പല ഭക്ഷണങ്ങളും, ചൈനീസ്, കോണ്ടിനെൻ്റൽ, വെസ്റ്റേൺ, ജാപ്പനീസ് വരെ കുക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ലാലിത് എങ്ങനെ പഠിച്ച? ലാൽ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് പറയാമോ ഇതെങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചതെന്നൊക്കെ? ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് ഞാൻ അറിയാവുന്ന ഒരു കാര്യവും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, അല്ലേ? അങ്ങനെയല്ലേ? അറിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോസ് തോമസ് നമ്മുടെ ചോയ്സ് സ്കൂളിൻ്റെ ജെ ടി ഞാൻ US പോകുമ്പോൾ JTയുടെ വീട്ടിൽ താമസിക്കാറുണ്ട്. അപ്പോൾ JTയുടെ കുട്ടികളുടെ ഒരു നിർബന്ധം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ്. ഞാൻ ഒരുപാട് ഡിഷ് കുക്ക് ചെയ്ത് അവർ ഫ്രിഡ്ജിൽ വെച്ച് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ കഴിക്കാറുണ്ട്. ഞാൻ JTയായിട്ട് ഒരുപാട് കുക്ക് ചെയ്യാറുണ്ട്. അദ്ദേഹം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അവരോട് പറയും, ഞാൻ റെസിപ്പീസ് വെച്ചല്ല, ഇൻഗ്രീഡിയൻസ് വെച്ചല്ല കുക്ക് ചെയ്യുന്നത്, ഐ ആം കുക്കിംഗ് വിത്ത് ലവ്. അതാണ്. അപ്പോൾ ഞാനിടുന്നതൊക്കെ നന്നായി വരും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. രണ്ടാമത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല. രണ്ടാമത് ഉണ്ടാക്കുന്നത് ഇതിനേക്കാളും വേറൊരു തരത്തിലായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും മദ്രാസിൽ വെച്ച് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി, അത് ഭയങ്കര ഹിറ്റായി. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഡിഷായിട്ട് അത് മാറി. എനിക്കൊരു സംശയം, അവസാനം ലാലി അഭിനയം നിർത്തി ഒരു പാചകക്കാരനായി മാറുമെന്ന്. ഞാൻ 2 വർഷം ഒരു മാഗസീനിൽ റെസിപ്പീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമായാൽ ഞാനത് ആ വീട്ടിലെ ആൾക്കാരോട് ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പി എഴുതി വാങ്ങിക്കും. കാര്യം ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ബാക്കിയുള്ള ഒരാൾക്കോട്ട് ഇഷ്ടപ്പെട്ടാൽ എന്താ കുഴപ്പം? വളരെ രസകരമായ ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ആ മാഗസീനിൽ ഞാൻ എഴുതിയിരുന്നു. ഗൃഹലക്ഷ്മിയിലാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പം അതിപ്പം ആ ടേസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, അത് ഒരുപാട് പേര് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാലിൻ്റെ ആ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു ലാലിൻ്റെ പാട്ടിലൊക്കെ ഉണ്ട്. ലാൽ എല്ലായിടത്തും സ്നേഹം ചാലി ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? വരട്ടെ. ഹായ് ലാൽ സാർ, നമസ്കാരം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ലാൽ സാറിനെ കാണുന്നത് റൺ ബേബി റണ്ണിലെ ആറ്റുമണൽ പായൽ എന്ന പാട്ട് റെക്കോർഡ് ചെയ്യാൻ സമയത്താണ്. സാറിന് അടുത്ത് കാണുന്നതും സാറിനോട് അടുത്ത് ഇടപഴകുന്നതെല്ലാം. അപ്പോൾ ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തകളായി കടന്നു വരാറുണ്ട്, എന്തായിരുന്നു സാറിന് ആ ഗാനം,
ആദ്യമായി സാറ് പാടണം എന്നുള്ളൊരു ആവശ്യത്തോടു കൂടി സാർ ആ ഗാനം കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇമോഷൻ ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ആ പാട്ടിൻ്റെ 4 വരികൾ സാറിൽ നിന്ന് കേൾക്കാൻ എല്ലാവരെയും പോലെ എനിക്കും ആകും. അല്ല, ആദ്യം ഈ പാട്ട് ഞാൻ പാടണമെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു പാട്ടുകാരനല്ല അല്ലേ. ഞാൻ ഒരുപാട് സിനിമയിൽ പാടിയിട്ടുണ്ട്, ഡിവോഷണൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ ശബരിമല അല്ലെങ്കിൽ പള്ളി പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ല. ഒന്നാമത് ഇങ്ങനൊരു പിച്ചിൽ ഞാൻ പാടണോ, അതൊരു ഫോക്ക് റാപ്പാണത്, രണ്ടും കൂടെ ചേർന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതിലെ ഡയറക്ടറും അവർക്കൊക്കെ ലാൽ തന്നെ ഇത് പാടണം എന്ന് ഒരു നിർബന്ധം. ഞാൻ പോയി. ഞാൻ ആദ്യമാണ് ഇത് രതീഷ് വൈകിയെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും ലാലേട്ടന് ഇത് പാടാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസാണ് അല്ലേ. ഇപ്പം ഞാൻ കർണഭാരം എന്ന് പറയുന്ന സംസ്കൃത നാടകം അഭിനയിക്കാൻ പോയ സമയത്ത് ഞാൻ കാവാല സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാനൊരു മലയാളമോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്ലേയോ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മലയാളം പ്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലേ ലാൽ ചെയ്യുന്നതിൽ എന്താണ് അത്ഭുതം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലാണ്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടറുടെ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ മാത്രമല്ല, ഏതൊരു കലയിലും സംവിധായകൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഹി വാസ് വെരി ഷുവർ എനിക്കത് പാടാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ടാണ് അത് പാടിയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ച് നോക്കാം. ഒരുപാട് രാത്രിയായി. ഞാൻ എല്ലാ പാട്ട് പാടാൻ പറയുമ്പോഴും ആൾക്കാർ പറയും എനിക്ക് തൊണ്ട സുഖമില്ല, അങ്ങനെ പറയുന്നതല്ല. അതിൻ്റെ മ്യൂസിക്കൊക്കെ ഉണ്ടോ? ഇടുമോ? എനിക്ക് അതിൻ്റെ ലൈൻസൊക്കെ തെറ്റിപ്പോയാൽ കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ആറ്റുമണൽ പായയിൽ തന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. നീറാതെ എന്നിനെന്ന് മിന്നിയ നീർമണി നിന്നിനി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി. നിന്നെ കാത്തി നുഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. അതിൻ്റെ വാക്കുകളൊക്കെ മറന്നുപോയി. പക്ഷേ ഈ പാട്ടിൻ്റെ ഇതൊരു അത്ഭുത പാട്ടാണ്. കാര്യം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്ന ചെറിയ കുട്ടികൾക്കാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ, കോഴിക്കോടുള്ള ആൾ, ബിരിമൽ ഹോസ്പിറ്റൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാൽ ഇതെന്താണ്? ഞാൻ എന്താണ് ഈ ആറ്റുമണൽ പായ? എൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. അദ്ദേഹം ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ രാത്രി 11 മണിയായി. ഇത്രയും ഇതെങ്ങനെയാണ് ആൾക്കാരില്ല? ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ്, ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് അങ്ങനെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ആ കുട്ടിയെ വിളിച്ചു. അന്ന് നമ്മൾ സ്കൈപ്പിൽ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഇതിലിട്ടിട്ട് മോളെ ഉറക്കത്തിൽ കിടന്ന കുട്ടിയാണ്, അതിനെ വിളിച്ചിട്ട് ആറ്റുമണൽ പാടൂ, ആറ്റുമണൽ എന്ന് പറഞ്ഞാൽ അത് പാടാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു മാജിക്കുള്ള പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ വളരെ നന്ദി മിസ്റ്റർ രതീഷ് വിക, അങ്ങനെ തോന്നിപ്പിച്ചതിൽ എന്നെ കൊണ്ട് പാടാൻ സാധിച്ചു. മാത്രമല്ല ലാൽ ഏത് പാട്ട് പാടിയാലും പ്രേക്ഷകരത് അപ്പാടെ ഉള്ളിലേക്ക് ഇറക്കുകയാണ്. സാമൂഹ്യമായ ചില വിഷയങ്ങളിൽ ലാലിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ലാൽ അത്രയും വലിയ ഒരു പവറാണ്. ലാൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകും. അപ്പോൾ അത്തരം കാര്യങ്ങളിലും കൂടി കുറച്ച് സജീവമാകണം എന്ന് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുക. സിദ്ദിഖിൻ്റെ ഒരു ഉപദേശമല്ല, അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ്. അല്ല, ഞാൻ ഇപ്പം അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ എന്തായാലും അത് ശരി, അങ്ങനെ ഇങ്ങനൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ കാലമായിട്ട് എൻ്റെ ഒരു ബ്ലോഗ് എഴുതാറുണ്ട് അല്ലേ. അത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ദൈവത്തോടാണ്, അങ്ങനെ ദൈവത്തിനാണ് ചില കത്തുകൾ എഴുതി തുടങ്ങിയത്. അത് പിന്നെ എൻ്റെ ബ്ലോഗുകളായിട്ട് മാറി. അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയമുള്ള ഒരാളാണ്, ഒരു കക്ഷി രാഷ്ട്രീയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ സ്റ്റേറ്റിനോടും എൻ്റെ രാജ്യത്തോടും എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് അല്ലേ. നമ്മൾ ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ആദ്യം പറയുന്നത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നാടായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അപ്പം എനിക്കെന്ത് ചെയ്യാൻ പറ്റും?
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരുപാട് പേര് കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഞാനൊരു ആക്ടറാണ് അല്ലേ, ഞാനൊരു പെർഫോമറാണ്. കേരളം എന്ന് പറയുന്നത് ഒരുപാട് കലകളും ഭയങ്കര നാടകം എല്ലാം അല്ലേ, കഥകൾ എന്ത് വേണേലും ഒരുപാട് അങ്ങനെയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരുപാട് മിനിസ്റ്റേഴ്സും ഒരു കഴിഞ്ഞ 10, 15, 20 വർഷമായിട്ട് വരുന്ന പല മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ പല അടുത്ത് ഒരുപാട് പേര് ട്രിവാൻഡ്രത്ത് ഒരു നല്ല പെർഫോമിംഗ് ആർട്സ് സെൻ്റർ ഉണ്ടോ? എവിടെയാണ് പോയിട്ടൊരു നല്ല ഒരു തിയേറ്റർ ഉണ്ടോ? അപ്പം ഇതൊക്കെ നമ്മളെ ആദ്യം ഇങ്ങനെ ചിന്തിക്കുക. എൻ്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പെർഫോമർ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൽ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ലാലെ ഞാൻ വായിക്കുന്നതൊന്നും കേൾക്കാറില്ല, പകുതി കാറ്റ് കൊണ്ടുപോകുമെന്ന് പറയാം. അങ്ങനെ ഒരു അക്വസ്റ്റിക് രീതിയിലുള്ള അല്ലെങ്കിൽ ഇത് ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു തിയേറ്റർ അല്ലേ. ഞാനൊരു ഏറ്റവും ബാക്കിയുള്ള റോഡുകളെ പറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ആദ്യം ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് നിൽക്കുന്ന മേഖലയിലൊരു കാര്യം. ഞാൻ എത്രയോ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു നിശാഗന്ധി ഓഡിറ്റ്, അതൊരു ഓപ്പൺ എയറാണ്. അല്ലെങ്കിൽ ടാഗോർ, അവിടെ ഇരുന്ന് എന്ത് കാണാനാണ്, എന്ത് കേൾക്കാനാണ്, എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയ. ലാലി പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു നിശബ്ദ ഭൂരിപക്ഷത്തിൻ്റെ മനസ്സിലുള്ളതാണ്. പലപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഇവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഞാൻ ലാലിനോട് വീണ്ടും ഉറപ്പിക്കുകയാണ്, ചെറിയൊരു ന്യൂനപക്ഷമാണ് ഇവിടെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് വളരെ എനിക്കൊരു സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ഹൈ ബ്ലാക്ക് ഹ്യൂമറാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹരി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ബാംഗ്ലൂർ സെറ്റിൽഡാണ്, ഗോവയിലായിരുന്നു. ഇവിടെ തേവര കോളേജിലാണ് അയാൾ പഠിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, ലാൽ 35 വർഷം മുമ്പ് ഞാൻ പോകുന്ന സമയത്ത് എറണാകുളത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയാം. നമ്മൾ എനിക്കറിയില്ല, കൊതുകും ഈ റോഡും. 35 വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നു, എന്താണ് ഇവിടുത്തെ പ്രോബ്ലം? കൊതുകും റോഡും. അപ്പോൾ ഈ 35 വർഷത്തിൻ്റെ ഇടയിലും ഒരു കാര്യവും നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സങ്കടമാണ്. തീർച്ചയായിട്ടും ലാൽ, അത് ഇപ്പം നമുക്ക് ചെറിയ കാര്യങ്ങൾ തുടങ്ങാം, കൊതുകിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ഇത്രയും ഒരാൾ മാത്രം വിചാരിച്ചിട്ടോ ഒരാൾ മാത്രം എഴുതിയിട്ടോ കാര്യങ്ങളില്ല. ഇതൊരു ഏറ്റവും ഭയങ്കര ശുചിത്വമുള്ള, ഏറ്റവും നല്ല സാക്ഷരതയുള്ള എന്ന് പറയുന്ന ലാലിനെ പോലെ ആൾക്കാർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ അത് സൃഷ്ടിക്കുമെന്നാണ് സിദ്ദിഖിനെ പോലെ ആൾക്കാർ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ നാക്ക് പൊന്നാകട്ടെ. അതേസമയം തന്നെ അതിനൊരു മറുവശമുണ്ട്. ഒരുപക്ഷെ ലാലൊക്കെ ചില ആക്ഷേപങ്ങൾ ക്ഷണിച്ച് വരുത്തിയതുപോലെ ചില പരസ്യങ്ങളിലൊക്കെ പോയി തലയിടണോ എന്നുള്ളത്. സാർ ഞാൻ ഐ എം എ പെർഫോമർ അല്ലേ സാർ. ആക്ഷേപം ഉദാഹരണത്തിന് വൈകിട്ട് എന്താ പരിപാടി സാർ, അതൊരു സറഗേറ്റഡ് ആഡാണ് അല്ലേ. വൈകിട്ട് എന്താ പരിപാടി അല്ല, പരാതിപ്പെട്ടാലും ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഏറ്റവും വളരെ ഭംഗിയായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. വൈകിട്ട് എന്താ പരിപാടി ചെയ്യുന്നത് എത്രയോ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, എത്ര രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഇറ്റ്സ് കോൾഡ് സറഗേറ്റഡ് ആണല്ലേ. നമ്മൾ അതിനെക്കുറിച്ചോ പറയില്ല. അമിതാഭ് ബച്ചൻ ചെയ്തിട്ടുണ്ടാകാം, ഷാരൂഖ് ഖാൻ ചെയ്തിട്ടുണ്ടാകാം, ഇവിടുത്തെ ഏറ്റവും വലിയ ആക്ടർ. അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളതല്ല, ഞാൻ വളരെയധികം ആലോചിച്ചു. അവരുമായിട്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇറ്റ്സ് എ സറഗേറ്റഡ് ആഡ്. അത് ഏറ്റവും നല്ല ഹ്യൂമറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഐ ആം എ പെർഫോമർ. ഞാൻ അതിലും മോശമായിട്ട് മദ്യപിക്കുന്ന രംഗങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. മദ്യപിച്ച ആൾക്കാരെ കൊന്നില്ല ഒരു സിനിമയിലുണ്ട്, മദ്യപിച്ച ആൾക്കാരെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്ലേ, പല സിനിമകളിലും. അത് ഒരു സിനിമയാണ്. ഐ എം എ പെർഫോമർ. ഞാൻ മാജിക് ചെയ്തിട്ടുണ്ട്, ഐ എം എ പെർഫോമർ. ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്, ഞാൻ നൃത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, ഐ എം എ പെർഫോമർ. അപ്പോൾ ഐ ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു സേ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ എന്ന് എൻ്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. ശരി, നിങ്ങൾക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് വി ഡിസൈഡ് ടു സ്റ്റോപ്പ് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. പിന്നെ അത് ശരി, എന്നാൽ ശരി, വേണ്ട, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര മലബാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ പരസ്യത്തിന് അഡ്വർടൈസിന് ഞാൻ നിന്നു. എന്താ കുഴപ്പം? നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിച്ചാൽ അല്ല, കഴിഞ്ഞിട്ട് പറയാണ് എത്രയോ കാര്യം. ഞാൻ അൺമാൻഡ് ആയിട്ടുള്ള പിന്നെ റെയിൽവേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എയ്ഡ്സിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരുണ്യ ലോട്ടറിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെയ്തേ ഉള്ളൂ. കേരളത്തിൽ വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ലാൽ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനും എപ്പോഴും വിവാദങ്ങൾ. പക്ഷേ ആ വിവാദങ്ങൾക്കിടയിലും ലാലിൻ്റെ അഭിനയ മിഴിവിലും മികവിലും യാതൊരു പോറലും ഏൽക്കാതെ ഇപ്പോഴുള്ള പഴയൊരു അമ്മമ്മയുടെ കാപ്പിക്ക് മാത്രമേ യാതൊരു മാറ്റവും ഇല്ല. എങ്ങനെ ഈ സബരിയ, ഈ യാത്ര അനുസ്യൂതം തുടരട്ടെ, ഒരു പ്രവാഹമായി മുമ്പോട്ട് പോകട്ടെ. നന്ദി.
നന്ദി, നമസ്കാരം. 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 താങ്ക് യു.